ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഒരു MLA എന്ന നിലയിൽ ധാർമ്മികമായ രാജിക്കപ്പുറം ഈ കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന ഒരു ഗൗരവകരമായ ലൈംഗിക അതിക്രമം അഥവാ ഈ പീഡനം, ബലാത്സംഗം എന്ന രീതിയിലേക്കുള്ള ആരോപണങ്ങൾ വരികയാണെങ്കിൽ അത് പ്രൂവ് ചെയ്യപ്പെട്ടാൽ മാത്രം അത് വലിയൊരു പ്രൊലോങ്ഡ് പ്രൊസീജിയറാണ്. വിചാരണ നടക്കണം. വിചാരണയിൽ ഇദ്ദേഹത്തിന് ഡിഫൻസ് ആയിട്ട് പ്രതിഭാഗത്തിന്റെ തെളിവുകൾ നിരത്താനുള്ള ആംബിൾ ഓപ്പർച്യൂണിറ്റി കൊടുത്തതിന് ശേഷം മാത്രമേ വിചാരണ കോടതിക്ക് അത് ശിക്ഷാവിധിയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. നമുക്ക് മുമ്പിൽ അത്തരം ഒരു കേസ് എന്ന് പറയുന്നത് സമീപകാല ഭാവിയിൽ ലക്ഷദ്വീപിൽ നിന്നുള്ള MP കേസാണ് നാം ഏവരും ശ്രദ്ധിച്ചത്. അവിടെ ലക്ഷദ്വീപ് MP പ്രതിയാക്കപ്പെട്ട കൊലപാതക ശ്രമത്തിൽ കവരത്തി സെഷൻസ് കോടതി 10 വർഷത്തോളം ശിക്ഷ വിധിച്ചപ്പോൾ മാത്രമാണ്, അതായത് ശിക്ഷാവിധി വന്നതിന് ശേഷമാണ്, വിചാരണ കഴിഞ്ഞ് ശിക്ഷാവിധി വന്നതിന് ശേഷമാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ അക്കാര്യത്തിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന നിലയിൽ കൈകടത്തുകയും അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ വന്നത്. അപ്പോൾ പോലും നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രാഥമികമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന നിലയിൽ കേരള നിയമസഭയിൽ തുടരുമ്പോൾ ധാർമ്മികമായിട്ട് അദ്ദേഹത്തിന് സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന ആ ഒരു പഴഞ്ചൊല്ലിന്റെ അർത്ഥം സാർത്ഥകമാക്കിക്കൊണ്ട് രാജിവെക്കുക, കോൺഗ്രസ് എന്ന പാർട്ടി തങ്ങളുടെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇലക്ഷനെ നേരിടുന്ന ഒരുക്കപ്പാടിന്റെ ഭാഗമായിട്ട് അതിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലെ രാജിയിലേക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ ലില്ലി തോമസ് കേസിന്റെ സുപ്രീം കോടതിയിലെ വിധി സൂചിപ്പിക്കുന്നതനുസരിച്ചിട്ട് ഈ 10 വർഷത്തോളം കുറ്റത്തിന് ശിക്ഷ ലഭിക്കുന്ന അത്തരത്തിൽ കൺവിക്റ്റഡ് ആകുന്നവർക്ക്, അതും ഹൈക്കോടതി കേസ് സസ്പെൻഡ് ചെയ്ത് കൊടുക്കാതിരിക്കുക, ആ കേസിലെ ശിക്ഷാവിധി സസ്പെൻഡ് ചെയ്യാതിരിക്കുകയും തുടർന്ന് സുപ്രീം കോടതിയിലും അതിന് ഒരു ഉത്തരം കിട്ടാതിരിക്കുകയും ചെയ്യുന്ന അവസരങ്ങളിൽ മാത്രമാണ് ഇവർക്ക് അയോഗ്യത എന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ആ നിയമസഭയിൽ പാർലമെന്റിൽ മുന്നോട്ട് പോകാനുള്ള അയോഗ്യത എന്ന രീതിയിലേക്ക് വകുപ്പ് 8 വിവിധ വ്യാഖ്യാനങ്ങൾ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേസ് ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം കാള പെറ്റു കയറെടുക്കൂ എന്ന രീതിയിൽ നിയമവൃത്തത്തിൽ അദ്ദേഹത്തിന് യാതൊരുവിധ സമ്മർദ്ദങ്ങളും വരുന്നില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ വൃത്തത്തിൽ സമൂഹവുമായി നിരന്തരം സംവദിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ, ഒരു പൊളിറ്റീഷ്യൻ, കറകളഞ്ഞ ഒരു രാഷ്ട്രീയ വ്യക്തിത്വം എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയും മറ്റും ഒരുപക്ഷെ സമ്മർദ്ദം ചെലുത്തിയേക്കാം. ഇതുവരെ രാഹുലിന് ഉണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് നാം ദിവസവും കാണുന്നത് എനിക്കെതിരെ തീർച്ചയായും ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഒരു സൈബർ കേസുമായി ബന്ധപ്പെട്ട് ഇതിനെന്തെങ്കിലും ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ? കാരണം അത്രത്തോളം ചാറ്റുകളും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ, കൂടുതൽ ശബ്ദരേഖ ചാറ്റുകളൊക്കെ പുറത്തു വന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നത് ഉൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് തെളിഞ്ഞത്. അപ്പോൾ ഒരു സൈബർ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? വിവരങ്ങളനുസരിച്ച് കേരളത്തിലെ ക്രൈംബ്രാഞ്ചാണ് കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നേരത്തെ ബാലാവകാശ കമ്മീഷൻ പറഞ്ഞു, ഒരു സ്ത്രീയെ, ഭ്രൂണാവസ്ഥയിലിരിക്കുന്ന കുഞ്ഞിനെ വധിക്കണം അല്ലെങ്കിൽ അവസാനിപ്പിക്കണം എന്ന കരുനീക്കത്തോട് കൂടിക്കൊണ്ടുള്ള സംഭാഷണം പോലും ആ കുഞ്ഞിന്റെ അവകാശങ്ങളെ, ബാലാവകാശത്തെ ഹനിക്കുന്ന രീതിയിൽ കൊണോട്ടേഷൻസ് ഉണ്ട് എന്ന രീതിയിലാണ് ആ ആരോപണം വന്നത്. പക്ഷേ ഇതിൽ നിരന്തരം ഇദ്ദേഹത്തിന്റെ പ്രക്രിയകൾ നോക്കിയാൽ സൈബർ ഇടങ്ങളിൽ, അതും അവരുടെ വ്യക്തിഗത സ്പേസസിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പിസ്സിങ് അല്ലെങ്കിൽ നിരന്തരം ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള കൃത്യങ്ങൾ, അതുമല്ലെങ്കിൽ ഒരാളെ സ്റ്റാക്കിംഗ് എന്ന് പറയുന്ന പിന്തുടർന്നുകൊണ്ട്, നിരവധി തവണ പിന്തുടർന്നുകൊണ്ട് അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി കൊണ്ട് തന്നെ അവരെ പിന്തുടരുന്ന അവസ്ഥ. അപ്പൊ അത്തരം ഒഫൻസുകളിൽ ഏറ്റവും കൂടിയ ഇനമായിട്ട് നിൽക്കാവുന്നത് നമ്മുടെ നിർഭയ കേസിന്റെ അമെന്റ്മെന്റിന് ശേഷം ക്രിമിനൽ നിയമ ഭേദഗതിയിൽ വന്ന മാറ്റങ്ങൾക്കനുസരിച്ച് 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന 354 പഴയ IPC. കാരണം ഈ പ്രത്യേകിച്ച് ഈ ചാറ്റുകളും മറ്റും നടക്കുന്ന സന്ദർഭങ്ങളൊക്കെ നോക്കിയാൽ ഇന്ത്യയിലെ ഈ ക്രിമിനൽ നിയമങ്ങളിലെ ഒരു മാറ്റം കൊണ്ടുവന്ന് നിയമസംഹിതകൾ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം തൊട്ടിട്ട് മാങ്കൂട്ടത്തില് തന്റെ ഇരകളായ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്നത് ആരംഭിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ 5 വർഷം വരെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ക്രൈംബ്രാഞ്ചോ മറ്റോ ചുമത്തി കഴിഞ്ഞാൽ നിശ്ചയമായും ശ്രീ വേടൻ ചെയ്തതുപോലെ അല്ലെങ്കിൽ ശ്രീ മുകേഷ് ചെയ്തതുപോലെ ഇദ്ദേഹവും ഒരു ആന്റിസിപ്പേറ്ററി ബെയിലോ എല്ലാം എടുത്ത് സുരക്ഷിതനായി തീരേണ്ട ഘട്ടത്തിലേക്ക് വരും. അത് വലിയ സമ്മർദ്ദം പാർട്ടിക്കും
ഈ വ്യക്തിക്കും ചെലുത്തും. അതിന്റെ ഫലമായിട്ട് ഒരുപക്ഷെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് സമയം ബാക്കി നിൽക്കെ, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് സമയം ബാക്കി നിൽക്കെ ഇവർ ഒരുപക്ഷെ രാജിവെക്കാൻ ആ സമ്മർദ്ദത്തിന് വിധേയമായിട്ട് ധാർമ്മികമായിട്ട് വഴങ്ങിപ്പെടേണ്ട വന്നേക്കാം. അതല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ ഒരു നടപടി എടുത്തുകൊണ്ട്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നടപടി എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നോ മറ്റോ ഒരു നിയമവൃത്തത്തിൽ നിന്നുള്ള മറ്റ് ഒരുവിധ ബുദ്ധിമുട്ടുകളും ഈ ശ്രീ മാങ്കൂട്ടത്തിന് ഉണ്ടാവുകയില്ല. അതുണ്ടാവണമെങ്കിൽ 10 വർഷം, ഒരുപക്ഷെ റേപ്പ് പോലുള്ള കേസിന് പോലും ശിക്ഷിക്കപ്പെട്ട് 10 വർഷം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ആ വിധി സസ്പെൻഡ് ചെയ്യുക അഥവാ ജാമ്യം നൽകാൻ ഹൈക്കോടതിയും സുപ്രീം കോടതിയും വിസമ്മതിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് സുപ്രീം കോടതിയുടെ നേരത്തെയുള്ള ലില്ലി തോമസ് വിധിക്ക് അനുസൃതമായിക്കൊണ്ട് ഒരു നിയമസഭാ സാമാജികനെ അല്ലെങ്കിൽ പാർലമെന്റ് അംഗത്തിന് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. ആ ഘട്ടത്തിലല്ല മാങ്കൂട്ടത്തിൽ നിൽക്കുന്നത് ഇപ്പോൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.